പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ചില ഫരിസ്യർ വന്ന് അവനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെരോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയായിരിക്കും. എങ്കിലും ഇന്നും നാളെയും 3-ാം നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾക്ക് എത്രമാത്രം വിശ്വാസം യേശുവിലുണ്ട്, ദൈവത്തിലുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നു, യേശുവിനെ നമ്മൾ സംശയിക്കുക പോലും ചെയ്യുന്നുണ്ട്. എന്നാൽ യേശു നമ്മോട് പറയുന്നുണ്ട്, എത്രയോ പ്രാവശ്യം യേശു നമ്മളെ ഓരോരുത്തരെയും യേശുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ നമ്മൾ ഈ ലോകത്തിലെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലൊക്കെയും ഇടപെട്ട് അതിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്വർഗീയ കാര്യങ്ങളിൽ നമ്മൾ താല്പര്യരാകുന്നതിന് വേണ്ടിയും അതിനനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയും തന്നെ. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.